വർഗീസിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഞാനാണ് എൻ്റെ തോക്കൻ റൈഫിളിൻ്റെ സ്ലിംഗ് അയച്ച് വർഗീസിൻ്റെ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടുന്നത്. ലക്ഷ്മണയുടെ നിർദ്ദേശപ്രകാരം മാനന്തവാടി എസ് ഐ മുഹമ്മദാണ് വർഗീസിൻ്റെ കണ്ണ് ഈ പ്രകാരം കെട്ടുന്നത്. വർഗീസിൻ്റെ കണ്ണും കൈയും കെട്ടിയതിന് ശേഷം എസ് ഐ മുഹമ്മദാണ് ഈ പാലയുടെ ഉള്ളിൽ ഇപ്രകാരം കൊണ്ടിരുത്തിയത്. ചരിഞ്ഞ് വീഴുമ്പോൾ തന്നെ ഞാനത് പെട്ടെന്ന് വന്ന് കൈയുടെ കെട്ടഴിക്കുന്നു. ഒന്ന് പിടച്ച് കൈ ഇങ്ങനെ വെച്ച് വലിച്ചു കഴിക്കും. കെട്ടൊഴിക്കുന്നു. വർഗീസ് വെടിയേറ്റോടുകൂടി ബാബാ വിപ്ലവം ചെയ്യിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചു. എന്നിട്ടാണ് ആ വലതുവശം മരിച്ചു വീഴുന്നത്. മരിച്ചതിന് ശേഷം എസ് ഐ മുഹമ്മദ് എവിടുന്ന് കൊണ്ടുവന്ന നാടൻ തോക്ക് കൊണ്ടുവന്ന് വർഗീസിൻ്റെ കൈ പിടിച്ച് വർഗീസിൻ്റെ അവസാനത്തെ ആ നിമിഷം മരണത്തിനായിട്ട് കൊണ്ടിരുത്തി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടിരുത്തിയതിന് ശേഷമുള്ള മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചു. കണ്ണ് കെട്ടിക്കുന്നെങ്കിലും തല ഉയർത്തി ആ ശ്രദ്ധ ഏതോ വരാൻ പോകുന്ന വലിയ ഒരു എന്തോ വലുത് ഒന്ന് വരാൻ പോകുന്നു, അതിനെ താങ്ങാനുള്ള, അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ആ മുഖത്ത്. അത് സാധാരണ ഒരു വിപ്ലവകാരിക്ക്, ഒരു മനുഷ്യനും, എത്രയോ പേർക്ക് ആ അവസാന നിമിഷം കിട്ടാത്ത ഒരു ഭാവമാണ്. തീർച്ചയായിട്ടും ആ ധീരൻ്റെ ആ ഭാവം എനിക്കൊരുപാട് കാരണം എൻ്റെ ട്രിഗർ പ്രസ് ചെയ്യാൻ തന്നെ എനിക്ക് അത് പ്രയാസമായിട്ട് തോന്നി. പക്ഷേ നിവൃത്തിയില്ലായിരുന്നു. അതിനുശേഷം ഈ വെടിയുണ്ട ഏറ്റതിന് ശേഷം വെടിയുണ്ടയുടെ തീവ്രത എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2000-ൽ ശിഷ്ടം കൂടുതൽ 2400-ഓളം കിലോമീറ്റർ സ്പീഡിൽ ഒരു സെക്കൻഡിൽ പായുന്ന വെടിയുണ്ടാണ്. ഈ 4-5 ഇഞ്ച് കനമുള്ള ഈ ചങ്ക് തുളച്ചു പോയപ്പോഴും ആദ്യത്തെ ആ വാക്ക് ആ മുദ്രാവാക്യം വിളിക്കാനുള്ള ആർജമുണ്ടായിരുന്നു. നിങ്ങളെ തകർത്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ആ പവർ അതെനിക്ക് ഒരുപാട് എന്തെങ്കിലും എൻ്റെ മനസ്സിൽ ക്രിമിനൽസ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ ബാധകമാണെന്ന് വലിയൊരു നഷ്ടമാണെന്നുള്ള ബോധം